നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയ വീക്കിലെ പുതിയൊരു ട്രേഡിംഗ് സെഷനിലോട്ട് കടക്കുകയാണ്. പോയ വീക്കിൽ നമുക്കറിയാം നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ ദുർബലമായിട്ടാണ് വ്യാപാരം ചെയ്തിരുന്നത്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ചത്തെ സെഷനിൽ TCSന്റെ റിസൾട്ട് അടക്കം പല നെഗറ്റീവ് ഫാക്ടേഴ്സും കാരണം നിഫ്റ്റി പ്രധാനപ്പെട്ട സപ്പോർട്ടുകളൊക്കെ തന്നെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു ബെയറിഷ് ടോണിലോട്ട് പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ സെഷനിലും നിഫ്റ്റിയെ സംബന്ധിച്ച് IT ഒപ്പം തന്നെ ഓട്ടോ സ്റ്റോക്സുകളാണ് ഏറ്റവും അധികം ഒരു ഡ്രാഗ് ചെയ്തതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകുകയും ത്രൂ ഔട്ട് സെഷൻ നമുക്കൊരു ഇടിവോട് കൂടിയിട്ട് തന്നെ നിഫ്റ്റി വ്യാപാരം ചെയ്യുന്നൊരു സാഹചര്യം കാണാൻ സാധിച്ചു. 25,200 എന്നൊരു മാർക്കിന് താഴെ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 205 പോയിന്റിന്റെ ഒരു നഷ്ടത്തിൽ 25,149 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. ഇത് 2025 ജൂൺ 24 ശേഷം ക്ലോസ് ചെയ്യുന്ന ഏറ്റവും ലോവസ്റ്റ് ലെവലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. വീക്കിലി ബേസിസിൽ നോക്കുമ്പോഴും 1.5% നഷ്ടമാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ HCL ടെക്കിൻ്റെ ഒരു റിസൾട്ട് വരുന്നുണ്ട്, ഒല ഇലക്ട്രിക് ഫോക്കസിൽ വരുന്നുണ്ട്, ടാറ്റ ടെക്നോളജീസ്, റാലിസ് ഇന്ത്യ പോലുള്ള കമ്പനികളൊക്കെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവന്യൂ സൂപ്പർ മാർട്സ് മാർക്കറ്റ് അവേഴ്സിന് ശേഷം റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത്തരം സ്റ്റോക്സ് ആൻഡ് ഫോക്കസ് ആയിട്ട് നമുക്ക് ഇത്തരം സ്റ്റോക്കുകളൊക്കെ തന്നെ ഫോക്കസിൽ ഉൾപ്പെടുത്താം. ഫണ്ട് ഫ്ലോ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച വലിയ തോതിലൊരു നെറ്റ് ഔട്ട്ഫ്ലോ ആണ് FISന്റെ ഭാഗത്തു നിന്നുണ്ടായത്. 5,104 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം FISന്റെ ഭാഗത്തു നിന്നുണ്ടായി. DISനെ സംബന്ധിച്ച് 3,558 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും CPI ഡാറ്റകളൊക്കെ തന്നെ ഫോക്കസിൽ വരാനിരിക്കുന്നുണ്ട്. 2.8 എന്നുള്ള ആ ഒരു ലെവലിനും താഴെ ആയിരിക്കാം മേ ബി ജൂണിലെ ഇൻഫ്ലേഷൻ എന്ന ഒരു എസ്റ്റിമേഷനൊക്കെ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഇത് എത്രത്തോളം നിഫ്റ്റിയെ സംബന്ധിച്ചൊരു പിന്തുണ നൽകുമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ മാത്രമല്ല ഇന്ന് റിസൾട്ട് വരാനിരിക്കുന്ന കമ്പനികൾ എത്രത്തോളം പിന്തുണ നൽകുമെന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളെ സംബന്ധിച്ചും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏഷ്യൻ വിപണികളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഒക്കെ തന്നെ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസേൺസ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. നമ്മളത് പ്രത്യേകം എല്ലാ ദിവസവും ഒരു അപ്ഡേഷനായിട്ട് നൽകുന്നില്ല എന്ന് മാത്രം. ഇനി വെള്ളിയാഴ്ചത്തെ US വിപണിയുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് നാസ്ഡാക്ക് 0.22% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഡൗ ജോൺസ് 0.63% ഒരു നഷ്ടം രേഖപ്പെടുത്തി. S&P 500 0.33% നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നത്തെ ഒരു സെഷനിലും മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് നൽകിയിരിക്കുന്നത്. 20 പോയിന്റിന്റെ ഒരു ഇടിവോട് കൂടിയിട്ടാണ് തുടക്ക വ്യാപാരത്തിൽ വ്യാപാരം ചെയ്തിരുന്നത്. 25,171 എന്ന റേഞ്ചിലാണ് ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി വ്യാപാരം ആദ്യ നിമിഷങ്ങളിൽ ട്രേഡിംഗ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ട് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഫ്ലാറ്റ് ടു നെഗറ്റീവ് സ്റ്റാർട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷെ അതിനുശേഷം എത്രത്തോളം റിക്കവറി പോസിബിൾ ആകുമെന്നുള്ളത് നമ്മൾ ഫോക്കസിൽ വെക്കേണ്ടതുണ്ട്. ഇനി അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ലെവലുകൾ നോക്കാം. HDFC സെക്യൂരിറ്റീസിലെ നന്ദിച്ച പറയുന്നതിനനുസരിച്ച് 25,331, 25,222 എന്നുള്ള പ്രധാനപ്പെട്ട സപ്പോർട്ടുകളൊക്കെ തന്നെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചു. 20-ഡേ മൂവിംഗ് ആവറേജിനും താഴേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. 24,900 to 25,000 എന്നുള്ള റേഞ്ചിലാണ് നമ്മൾ അതുകൊണ്ട് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത്. അപ്സൈഡിലോട്ട് വരുമ്പോൾ 25,331 എന്നുള്ള ഈ ഒരു സപ്പോർട്ട് തന്നെയാണ് അടുത്തത് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക എന്ന് നന്ദിച്ച് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി കൊട്ടക് സെക്യൂരിറ്റീസിലെ അമോൾ അദ്വാലെ പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് 25,300 എന്നുള്ള ലെവലിന് താഴേക്ക് പോയി. സെൻസെക്സ് 83,000 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ ഒരു ബെയറിഷ് സെന്റിമെന്റ്സ് നിലനിൽക്കാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ എന്ന് തന്നെയാണ്. ഇനി ഈ ഒരു കണ്ടീഷൻ തുടരുന്നൊരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ 25,000, 82,100 എന്നുള്ള ആ ഒരു റേഞ്ചിലായിരിക്കും നമ്മളൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് എന്ന് തന്നെയാണ്. അതിലും താഴോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ 24,800 to 24,650 എന്ന റേഞ്ചിൽ നിഫ്റ്റിയിലും 81,500, 81,100 എന്നുള്ള ലെവൽ സെൻസെക്സിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഇനി മറിച്ച് 25,300, 83,000 എന്നുള്ളൊരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിക്കുകയാണെങ്കിൽ
ഈ പറയുന്ന ബെയറിഷ് സെന്റിമെന്റിൽ നിന്നും താൽക്കാലിക ആശ്വാസം ഉണ്ടാകുമെന്നും തുടർന്ന് 25,550 ടു 25,650 വരെ മൂവ് ചെയ്യാനുള്ള സാധ്യത നിഫ്റ്റിയിലുണ്ട്. സെൻസെക്സിനെ സംബന്ധിച്ച് 83,800 ടു 84,000 എന്നുള്ള റേഞ്ചിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇത് കൊട്ടക് സെക്യൂരിറ്റീസിലെ അമോൾ അത്വാലെ എന്ന് പറയുന്ന അനലിസ്റ്റ് ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി LKP സെക്യൂരിറ്റീസിലെ രൂപക്തെ പറയുന്നത് നിഫ്റ്റി വീക്കായിട്ട് തന്നെ തുടരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ ഉണ്ടായിട്ടുള്ള സ്വിംഗ് ലോ ഒക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീക്ക്നെസ്സിനെ തന്നെയാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു കറക്ഷന് ശേഷം നിഫ്റ്റിക്ക് ഇനി നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 25,900, 24,900, 25,900, 24,900 എന്നുള്ള ലെവലിലാണ് നമ്മൾ ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത്. ഇനി 25,150, 25,160 എന്നുള്ള ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 25,250, 25,400 എന്ന റേഞ്ചിലായിരിക്കണം നമ്മൾ ഒരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് എന്നും രൂപക്തെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി നിഫ്റ്റി ബാങ്ക് സൂചികയുടെ കാര്യം നോക്കാം. 56,500 ആണ് ക്രിട്ടിക്കൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 56,000, 55,800 എന്നുള്ള ആ ഒരു ലെവലിൽ നമ്മളൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കാമെന്നും അവർ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ 57,100 എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്കൊരു ഒരു റിവേഴ്സൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. 57,500, 57,700, 58,000 എന്നുള്ള ലെവലുകളിലായിരിക്കും തുടർന്ന് നമ്മൾ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടതെന്നും അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ നോക്കാം. ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന ഓഹരികൾ HCL ടെക്നോളജീസ്, ഒല ഇലക്ട്രിക്, ടാറ്റ ടെക്നോളജീസ്, തേജസ് നെറ്റ്വർക്ക്, നെൽക്കോ, റാലിസ് ഇന്ത്യ, ഓതം ഇൻവെസ്റ്റ്മെന്റ്, ഡെൻ നെറ്റ്വർക്ക്സ്, കേശോറാം ഇൻഡസ്ട്രീസ്, സാംഭവ് സ്റ്റീൽ ട്യൂബ്സ് എന്നീ കമ്പനികളാണ് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത്. ഇനി അവന്യൂ സൂപ്പർ മാർട്ട്സ് റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. സബ്ഡ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് Q1-ൽ കണ്ടത്. 773 കോടി രൂപയാണ് ലാഭമായിട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ ലാഭം തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാര്യമായ മാറ്റമൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. വരുമാനം 16% ഉയർന്നിട്ടുണ്ട്. EBITDA 6.4% ഉയർന്നിട്ടുണ്ട്. മാർജിൻ പക്ഷേ കുറയുന്നൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. ഇനി VIP ഇൻഡസ്ട്രീസ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. VIP ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ സ്റ്റേക്ക് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മൾട്ടിപ്പിൾ പ്രൈവറ്റ് ഇക്വിറ്റി ഗിഫ്റ്റ് ഫണ്ട്, അതോടൊപ്പം തന്നെ സംവിഭാഗ് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, മിഥുൻ സാഞ്ചേതി, സിദ്ധാർത്ഥ സാഞ്ചേതി എന്നിവരാണ് 32% സ്റ്റേക്ക് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ഇതിൻ്റെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് കൺഫേം ആയിട്ടുണ്ട്. എന്നാൽ എത്ര രൂപയ്ക്കാണ് ഇത്തരത്തിൽ ഒരു സ്റ്റേക്ക് അക്വിസിഷൻ നടത്തുന്നത് എന്നതിൻ്റെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഏതായാലും അതുകൊണ്ട് തന്നെ VIP ഇൻഡസ്ട്രീസ് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. BEML നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കാരണം അവർ ഇന്നിപ്പോൾ ഒരു ബോർഡ് മീറ്റിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് സ്പ്ലിറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവർ ആലോചിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കൺഫർമേഷൻ ഇന്ന് അറിയാൻ സാധിക്കും. ഏത് റേഷ്യോയിലായിരിക്കും ഈ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഒരു മീറ്റിങ്ങിനോടുകൂടി കൺഫേം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് BEML നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. ഗ്ലെൻമാർക്ക് ഫാർമ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഗ്ലെൻമാർക്ക് ഫാർമയെ സംബന്ധിച്ച് ഇപ്പോൾ US FDA നിന്ന് ഒരു വാർണിംഗ് ലെറ്റർ കമ്പനിക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് അറിയുന്നത്. അവരുടെ ഇൻഡോറിലുള്ള ഫെസിലിറ്റിയിലാണ് ഇത്തരത്തിലൊരു വാർണിംഗ് ലെറ്റർ ലഭിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 3 മുതൽ 14 വരെ US FDA നടത്തിയിട്ടുള്ള ഇൻസ്പെക്ഷൻ്റെ പുറത്താണ് ഇപ്പോൾ ഒഫീഷ്യൽ ആക്ഷൻ ഇൻഡിക്കേറ്റഡ് എന്നുള്ള ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർണിംഗ് ലെറ്റർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് കമ്പനിയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു അപ്ഡേഷൻസ് തന്നെയാണ്. സോ നമുക്ക് ഗ്ലെൻമാർക്ക് ഫാർമ ഫോക്കസിൽ വെക്കാവുന്നതാണ്. NCC ലിമിറ്റഡ് ആണ് മറ്റൊരു സ്റ്റോക്ക്. കമ്പനിക്ക് 2,269 കോടി രൂപയുടെ വളരെ മേജർ ആയിട്ടുള്ളൊരു കോൺട്രാക്ട് ലഭിച്ചു എന്നിപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്നുമാണ് ഈ ഒരു കരാർ ലഭിച്ചിരിക്കുന്നത്. വോക്ഹാർഡറ്റ് ലിമിറ്റഡ് എന്ന് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിയെ സംബന്ധിച്ച് അവരുടെ US-ലുള്ള ഒരു ഫെസിലിറ്റിയിലെ ഓപ്പറേഷൻസ് നിർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലിക്വിഡേഷൻ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ഈ ഒരു ഓപ്പറേഷൻസ് നിർത്തുന്നത് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ്. കാസ്ട്രോൾ ഇന്ത്യയാണ് മറ്റൊരു
കമ്പനി. കാസ്ട്രോൾ ഇന്ത്യയെ സംബന്ധിച്ച് കമ്പനിക്ക് ഒരു ലോങ് ടേം ആയിട്ട് മഹാരാഷ്ട്ര സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഡിസ്പ്യൂട്ട് തുടർന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 4131 കോടി രൂപയുടെ ഒരു ഡിസ്പ്യൂട്ടായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇരു കൂട്ടരും തമ്മിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു കാര്യത്തിൽ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനമാണ് ട്രിബ്യൂണലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പീൽ തള്ളിയെന്നും ഈ ഒരു കേസിൽ ഫർദറായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും തന്നെ ആവശ്യമില്ല എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് കാസ്ട്രോൾ ഇന്ത്യയെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അജ്മേര റിയാലിറ്റി ആണ് മറ്റൊരു സ്റ്റോക്ക്. കമ്പനിയുടെ Q1 റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ സെയിൽസ് 65% ഇടിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കളക്ഷൻസ് 42% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഇനി സുല വൈൻയാർഡ്സ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിയുടെ നെറ്റ് റവന്യൂ കൺസോളിഡേറ്റഡ് റവന്യൂ പരിശോധിക്കുമ്പോൾ 7.9% ഇയർ ഓൺ ഇയർ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ കൺസംഷൻ നോക്കുന്ന സമയത്തും അർബൻ മേഖലയിലെ കൺസംഷനൊക്കെ തന്നെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ വരുന്നത്. IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിയെ സംബന്ധിച്ച് അവരുടെ റവന്യൂ ടോൾ റവന്യൂ 1280 കോടി രൂപയായിട്ട് വർദ്ധിച്ചു എന്ന അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ വരുന്നത്. ടോൾ കളക്ഷൻസിൽ 5% മുന്നേറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആൾകാർഗോ ടെർമിനൽ ലിമിറ്റഡ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിയുടെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ വോളിയം ഇപ്പോൾ ഉയർന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ 48.7,000 TEU ആണ് ജൂണിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. റൈറ്റ്സ് ലിമിറ്റഡ് നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിക്ക് 46.82 കോടി രൂപയുടെ കരാർ ലഭിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട്. നിയോജൻ കെമിക്കൽസ് ആണ് ഇന്നിപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി. കമ്പനി 200 കോടി രൂപ സമാഹരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നോൺ കൺവേർട്ടബിൾ ഡിമഞ്ചർ വഴിയായിരിക്കും ഈ ഒരു ഫണ്ട് റൈസിങ് നടത്തുക എന്ന് അറിയിച്ചിട്ടുണ്ട്. 36 മാസത്തെ ഒരു കാലാവധിയാണിപ്പോൾ അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇൻട്രസ്റ്റ് മന്ത്ലി പേയബിൾ ആയിട്ടുള്ള ഒരു മോഡലാണിപ്പോൾ ഈ ഒരു NCD ഇഷ്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അദാനി ഗ്രീൻ എനർജി നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിയെ സംബന്ധിച്ച് ഇപ്പോൾ ഏകദേശം 1.8 കോടി രൂപയുടെ 1.8 കോടി ഓഹരികൾ ഓർഡർ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ്സ് ലിമിറ്റഡിന് അലോട്ട് ചെയ്തതായിട്ട് ഇപ്പോൾ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതുവഴി 1208 കോടി രൂപ സമാഹരിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഷെയർ വാറൻസ് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഫണ്ട് റൈസിംഗ് കമ്പനി നടത്തിയിരിക്കുന്നതെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. കോൾട്ടെ പട്ടിൽ ഡെവലപ്പേഴ്സ് നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. അവരുടെ സെയിൽസ് വോളിയം 0.84 മില്യൺ സ്ക്വയർ ഫീറ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നിപ്പോൾ അറിയിച്ചിട്ടുണ്ട്. സെയിൽസ് വാല്യൂ 616 കോടി രൂപയെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ അവർ അറിയിച്ചിട്ടുണ്ട്. APJ സുരേന്ദ്ര പാർക്ക് എന്നുള്ള സ്റ്റോക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനി ഇപ്പോൾ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാറ്റ്സൺസ് ഹോട്ടൽ ആൻഡ് ഡെവലപ്പർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായിട്ടും വേദ് പ്രകാശ് കതാരിയയുമായിട്ടാണ് ഇപ്പോൾ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അവർക്ക് ഗോവയിലുള്ള കുറച്ച് പ്രോപ്പർട്ടീസിൻ്റെ ലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീസ് അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ധാരണാപത്രത്തിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു സ്റ്റോക്കും ഫോക്കസിൽ വയ്ക്കാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഷോർട്ട് ടേമിലേക്ക് നമുക്ക് ഫോക്കസിൽ വയ്ക്കാവുന്ന സ്റ്റോക്സ് കൂടെ നോക്കാം. സ്റ്റോക്ക് ഐഡിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ അസാഹി ഇന്ത്യ, അതങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ASAHI അസാഹി ഇന്ത്യ എന്നുള്ള ഒരു കമ്പനിയാണിത്. ഈ ഒരു കമ്പനിക്ക് 6% അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ബൊനാൻസയിലെ ടെക്നിക്കൽ അനലിസ്റ്റ് ആണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. 825 രൂപയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം. ടാർഗറ്റ് 903 രൂപയായിട്ടാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഇനി സൊളാര എന്നുള്ള കമ്പനിക്ക് നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ്. സൊളാര എന്നാണ് കമ്പനിയുടെ പേര്. SOLARA ഇതാണ് സ്പെല്ലിംഗ് വരുന്നത്. 664 രൂപയ്ക്ക് പൊസിഷൻ എടുക്കാവുന്നതാണ്. 643 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. 704 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് ബൊനാൻസയിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ഇപ്പോൾ സജസ്റ്റ് ചെയ്തിരുന്നത്. GE പവർ ഇന്ത്യ നമുക്കിന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ്. GE പവർ ഇന്ത്യയിൽ 305 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. 400 രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. 20% അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ചോയ്സ് ഇക്വിറ്റി ബ്രോക്കിങ്ങിലെ ഇക്വിറ്റി റിസർച്ച് അനലിസ്റ്റാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. കമിൻസ് ഇന്ത്യയാണ് മറ്റൊരു സ്റ്റോക്ക്. 16% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത്. 3320 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. 4050 to 4100 രൂപ റേഞ്ചിലാണ് ഇപ്പോൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യേണ്ടത്.
ഇനി അസാഹി ഇന്ത്യയിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ്. 851 രൂപയിലാണ് നമുക്ക് ലോങ് പൊസിഷൻ എടുക്കേണ്ടത്. സ്റ്റോപ്പ് ലോസ് 800 രൂപയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഒരു സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് 960 to 1000 രൂപ റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതും ചോയ്സ് ഇക്വിറ്റി ബ്രോക്കിങ്ങിലെ അനലിസ്റ്റ് തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്.